സഹസംവിധായകനെതിരെ മോഡൽ നൽകിയ പീഡന പരാതിയിൽ കേസെടുത്ത് മരട് പോലീസ്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് പരാതി. സഹസംവിധായകനായ ജോജോ കുരിശിങ്കലിനെതിരെയാണ് പരാതി. വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. ഇതിനിടെ പ്രതി പോലീസ് വസ്ത്രം ധരിച്ച് CI റാങ്കിലുള്ള രാജേഷ് എന്ന ഉദ്യോഗസ്ഥനുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഇതിപ്പോൾ പല ആരോപണങ്ങളാണ് ഒരുമിച്ച്. എന്താണ് സംഭവം? ഹർഷൻ, ഈ ജോജിയും പരാതിക്കാരിയും തമ്മിൽ 2023 ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നത്. ഈ സമയം ഈ യുവതി, ഈ പരാതിക്കാരിയും അതുപോലെ തന്നെ ജോജോയും വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിചയപ്പെട്ടിരുവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നു. 2024 ഇവർ കൂടുതൽ അടുക്കുന്നതും ഈ ജോജോയുടെ ഫ്ളാറ്റിലെത്തിച്ച യുവതിയെ ലൈംഗികമായി ഇയാൾ പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. യുവതിയുടെ അനുവാദമില്ലാതെ തന്നെ പലപ്പോഴായി പീഡിപ്പിക്കുകയും ഇവർ തമ്മിലുള്ള ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ ഇയാൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പരാതി. അപ്പോഴും ഇവരെ വിവാഹം കഴിക്കാമെന്നുള്ളൊരു വാഗ്ദാനമാണ് ഇയാൾ നൽകിയിരുന്നത്. ഇയാളുടെ ആദ്യ ബന്ധം വിവാഹമോചനം നേടിക്കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാമെന്നുള്ളതായിരുന്നു പരാതിക്കാരിക്ക് നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷേ പിന്നീടാണ് ഈ യുവതി അറിയുന്നത് ഇയാൾ രണ്ടാമത് വിവാഹം കഴിച്ചുവെന്നും ആ ബന്ധത്തിൽ ഇയാൾക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും. ഇക്കാര്യം യുവതി അന്വേഷിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഇയാളോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് തെറ്റാണ് എന്നുള്ളതാണ്. പിന്നീട് ഇക്കാര്യം സത്യമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് യുവതി ഇയാളിൽ നിന്നുള്ള ബന്ധം വേർപെടുകയും പതിയെ ഇവർ തമ്മിലുള്ള കോൺടാക്ട് അവസാനിക്കുകയും ചെയ്തു. പിന്നീട് 2025 യുവതി മറ്റൊരു വിവാഹം ആലോചിക്കുകയും ആ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യം ഈ ജോജോ അറിയുന്നത് ഈ 6-7 മാസം മുമ്പാണ്. പിന്നാലെ ജോജോ വീണ്ടും ഇവരുടെ പിന്നാലെ കൂടുകയും ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. മാത്രമല്ല, ഈ പരാതിക്കാരി വിവാഹം ഉറപ്പിച്ച ആളെ വിളിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ വിവാഹബന്ധം, ഈ വിവാഹത്തിൽ നിന്ന് അയാൾ പിന്മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ യുവതി മരട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ മരട് പോലീസ് ഇയാൾക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ ജോജോ ഒളിവിലും പോയി. അതിനോടൊപ്പം തന്നെ യുവതി ആരോപിക്കുന്ന മറ്റൊരു കാര്യം, ഈ പോലീസ് വഴിവിട്ട രീതിയിൽ ഇയാളെ സഹായിച്ചു എന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇയാൾക്ക് ഒളിവിൽ പോകാൻ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതിനുമായി ബന്ധപ്പെട്ടാണ് ഈ CI റാങ്കിലുള്ള ആളുടെ, രാജേഷ് എന്ന് പറയുന്ന ആളുടെ യൂണിഫോമാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഈ സഹസംവിധാനമായിട്ടുള്ള ജോജോ ധരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ CI അടക്കമുള്ള സഹായത്തോടുകൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നതാണ് യുവതിയുടെ ആരോപണം. എന്തായാലും മരട് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഹർഷൻ.